നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവളം ദിനേശ്. ഒരു 5 വർഷം കൂടി, ഇപ്പം മേയൊക്കെ ആകുമ്പോൾ ഇലക്ഷൻ ആവുമല്ലോ, ഒരു 5 വർഷം കൂടി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിരിക്കുമെങ്കിൽ ഞാനിതാ ഇപ്പോൾ പറയുന്നു, ഈ സംസ്ഥാനത്ത് പുരുഷ കമ്മീഷനില്ലാതെ മാനം മര്യാദയ്ക്ക് പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പോകും. ഉറപ്പായിട്ട് പോകും. ഞാനിത് 2-3 വർഷമായിട്ട് പറയുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നതിന് 3 വർഷം മുമ്പേ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടി വരുമെന്ന്. കള്ളക്കേസുകൾ കൊടുത്ത് തേവടിശികൾ മാന്യന്മാരായ പുരുഷന്മാരെ തട്ടി അഴുക്കുള്ളിലാക്കുന്ന നാടായി മാറുകയാണ് കേരളം. നിങ്ങൾ ഏവള വേണോ എടുത്തോളൂ, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയും പരാതി കൊടുക്കില്ല. അല്ലവല്ലാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ ഒരു കൂതറ ഒരു പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ, അവൻ ചാവേണ്ടവൻ തന്നെ, എത്രയോ പെണ്ണുങ്ങൾ മരിച്ചു, ഇനി അപ്പോൾ അവനും ചാവട്ടെന്ന്. ഇവക്കൊക്കെ ചാക്കാലം ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെള്ളിടി വെട്ടി ഇവളൊക്കെ ചത്താൽ ഈ നാട് രക്ഷപ്പെടും എന്നേ ഞാൻ പറയുള്ളൂ. എന്ത് പറയാൻ പറ്റും? എന്തിനും ഏതിനും സ്ത്രീപക്ഷ നിലപാടെടുത്ത് ഉമ്മാക്കി കാണിച്ച് കുറേ കുലസ്ത്രീകളെ എന്തും കാണിക്കാൻ അഴിച്ചുവിടുന്ന സംസ്ഥാനമായി മാറുകയാണ് നമ്മുടെ കേരളം. ഈ പറഞ്ഞതിനർത്ഥം ആണുങ്ങളെല്ലാം മര്യാദരാമന്മാരായ നല്ലവരാണ് എന്ന അർത്ഥത്തിലല്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ചതായിരുന്നു ഇന്നലെ തലസ്ഥാനത്ത് നടന്ന ഒരമ്മയുടെയും മകളുടെയും ആത്മഹത്യ. ദാരുണമായ സംഭവമായിരുന്നു. സൾഫൂരിക് ആസിഡ് കുടിച്ച് മരിച്ചു. 6 വർഷം മുമ്പ് ആണും പെണ്ണുമായി ഒരൊറ്റ മോളായ ഗ്രീമയെ ഒരുത്തൻ വിവാഹം കഴിക്കുന്നു, ഒരു എംബോക്കി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ അയർലൻഡിൽ അധ്യാപകനായി പോകുന്നു. യവനെപ്പോലുള്ള തെമ്മാടികൾ അല്ലെങ്കിൽ മാനസരോഗികൾ അധ്യാപകനായുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. അന്ന് ഗ്രീമയ്ക്ക് 24 വയസ്സ്. പിന്നെ ഈ ബോറൻ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. 3 മാസം മുമ്പ് ഗ്രീമയുടെ അച്ഛൻ രാജീവ് മരിച്ചിട്ട് പോലും ഈ ബോറൻ വന്നില്ല. അടുത്തിടെ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ ഈ മണ്ടൻ അല്ലെങ്കിൽ ഈ ക്രൂരൻ ലീവ് എടുത്ത് വന്നു, അവൻ്റെ ആരോ മരിച്ചതറിഞ്ഞുകൊണ്ട്. അപ്പോൾ 6 വർഷം മുമ്പ് സ്ഥലം വിട്ട ഭർത്താവിനെ ഗ്രീമ കാണുന്നു. വിവാഹബന്ധം തുടരാൻ, നിൻ്റെ ഉള്ള പൊറുതി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഈ ബോറൻ പറയുന്നു. തങ്ങളുടെ മരണം ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ കാരണമാണെന്ന് എഴുതി വച്ചിട്ട് ഗ്രീമയും 54 വയസ്സുള്ള അമ്മയും സൈനൈഡ് കഴിച്ച് മരിച്ചു. ഞാൻ ഈ അമ്മയെയും മകളെയും കുറ്റം പറയും. നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ബന്ധം ഒഴിവാക്കി നല്ലൊരാളെ കണ്ടെത്തി ജീവിതം ആസ്വദിക്കണമായിരുന്നു. 54 വയസ്സായുള്ള അമ്മയ്ക്ക് ആലോചിച്ച് നോക്കിയേ. 200 പവൻ ബാങ്കിലെ ലോക്കറിലുണ്ട്. 2800 സ്ക്വയർ ഫീറ്റുള്ള വീടും 10 സെൻറ്റ് സ്ഥലവും ഉണ്ട്. 2 കാറുകളുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വസ്തുവകകൾ ഒരുപാടുണ്ട്. ഇവയൊന്നും ഈ ചെറ്റയ്ക്ക് കൊടുക്കരുതെന്നും കത്തെഴുതി വച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ടവരല്ല ഇവർ, അല്ലെങ്കിൽ അതിന് വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ജീവിച്ച് കാണിക്കണമായിരുന്നു ഈ ബോറൻ്റെ മുന്നിൽ. ഇങ്ങനെയുള്ള ബോറന്മാർ നിരവധിയുണ്ട്, ഒരുപാടുണ്ട് ഇവിടെ. അല്ല, ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങളുടെ പക്ഷം പിടിച്ച് നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 3.5 വയസ്സും എൻ്റെ അനിയന് 2.5 വയസ്സും ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഇടിവെട്ടേറ്റ് മരിച്ച ശേഷം ബന്ധുക്കളെല്ലാം അമ്മയോട് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട്, ഇനി എനിക്ക് ഈ കുട്ടികൾ മാത്രം മതി, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളുടെ പക്ഷത്തെ നിൽക്കൂ. പക്ഷേ അലവലാദികളെന്നല്ലേ വിളിക്കാൻ പറ്റൂ. ഞാൻ പറയാൻ വന്നത് അഴിച്ചുവിട്ട കുറേ സ്ത്രീകൾ കാണിക്കുന്ന പരാക്രമങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ റീലെടുക്കലാണല്ലോ ഈ നാട്ടിലെ മുഖ്യ കലാപരിപാടി. കല്യാണത്തിന് റീല്, പെലോളിക്ക് റീല്, മരണത്തിന് റീല്, സഞ്ചാരത്തിന് റീല്, സർവത്ര റീലെടുക്കലാണ്. അതിലിപ്പോൾ ഏറിയ പങ്കും സ്ത്രീകളാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ റീലെടുക്കാൻ ഒരു ചെറുപ്പക്കാരനെ പെണ്ണുപിടിയനാക്കി ചിത്രീകരിച്ച് അതിൽ മനം തൊന്ത് ആ യുവാവ് ആത്മഹത്യ ചെയ്തു. അയാളെയും ഞാൻ അംഗീകരിക്കില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ അമ്മയടക്കം തന്നെ കാത്തിരിക്കുന്നു എന്ന ബോധമുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത എന്നെ നീ ചെയ്യൂ എന്ന് പറഞ്ഞ് അവളുടെ പേരിൽ സൈബർ കേസ് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പകരം ചാകാൻ പോയാൽ എന്താ പറയുക? ചിലപ്പോൾ എല്ലാവർക്കും നമ്മളെപ്പോലെയൊക്കെ കയറി എതിർത്ത് നിൽക്കാൻ പറ്റില്ലായിരിക്കും. നാട്ടിലിറങ്ങാൻ പറ്റില്ലെന്നേ.
ഇവൻ ബസ്സിൽ വെച്ച് മറ്റേ ഈ റീലെടുത്തോളം എവിടെയോ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അവൾ കഥയുണ്ടാക്കി വിടുമ്പോഴേ ആളുകളും വിശ്വസിക്കും. കാരണം ഈ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കലാണല്ലോ ഇവിടുത്തെ ആണുങ്ങളുടെ ജോലി, വായി നോക്കി അതാണല്ലോ ജോലി. അതുകൊണ്ടായിരിക്കും അയാൾ മരിച്ചത്. മുങ്ങിയിട്ടും പോലീസ് പൊക്കിയ മുസ്ലിം ലീഗുകാരി ഷംജിദയുടെ വസ്ത്രധാരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവളൊരു പഞ്ചായത്ത് മെമ്പറാണ്. ഇവളെയൊക്കെ ജയിപ്പിച്ചര വേണം 10 വെട്ടി അടിക്കാൻ. അവളൊരു മുസ്ലിമാണല്ലോ മുസ്ലിം ലീഗാകുമ്പോൾ. അപ്പോൾ അവളുടെ വേഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റീലുകൾ എടുക്കാൻ പോകുമ്പോൾ അടിപൊളി ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് മുഴപ്പിക്കേണ്ടതെല്ലാം മുഴപ്പിച്ച് പോവും. അതാണ് വേഷം. വാർഡ് മെമ്പറായി പോകുമ്പോൾ ചുരിദാറും ഷാളും ഒക്കെ ഇട്ട് പോവും. പോലീസ് പിടിച്ചാൽ പർദ്ദ കുർദയൊക്കെ ഇട്ടാണ് വേഷം. മതചിഹ്നങ്ങൾ ഇട്ടേ പോവുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ഊരാൻ പറ്റുമെന്ന് നോക്കാൻ. കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയൊക്കെ കയറി പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ നമ്മളെ പിണറായിക്കും സഹിക്കില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്താ പറയുക, ചലച്ചിത്ര അക്കാദമിയിൽ വലിയൊരു ഇഷ്യൂ വരികയും അതിൻ്റെ ചെയർമാനെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ മുഖ്യമന്ത്രിയോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ ആരോ പറഞ്ഞു, അയാൾ മുസ്ലിമാണ്, നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കണം. എടാ, ഇതുപോലെയുള്ള എംബോക്കികളാണ് ചേർത്ത് പിടിക്കണേ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന അന്തസ്സുള്ള ഇഷ്ടം പോലെ ഇല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അവരൊന്നും ഈ പറഞ്ഞതുപോലെ ഈ പർദ്ദയിട്ട് കിടന്ന് ഈ അലവലാതി പെണ്ണിനെ പോലെ ഒന്നും നടക്കുന്നവരല്ല. അവരും അല്ല, അവരുടെ വീട്ടിലുള്ളവരും അല്ല. എന്നോട് കളിക്കണ്ട, ഞാൻ ഏത് സമുദായക്കാരിയാണെന്ന് മനസ്സിലായോടാ പിണറായി, അല്ലെങ്കിൽ പിണറായിയുടെ പോലീസേ എന്ന് ഓർമ്മിപ്പിക്കാനാവും. അവൾ പർദ്ദയൊക്കെ ഇട്ട് പോലീസിൻ്റെ ഒരു കാറ് കയറിപ്പോണം, സ്വകാര്യ കാറ് കയറിപ്പോണം. ഇവളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സൗദിയിലൊക്കെയാണ് ഇവൾ ജീവിക്കേണ്ടിയിരുന്നത്. കാരണം എങ്കിൽ വരുന്ന വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ അല്ലേ, ഇന്ന് തട്ടിയനാണ് അവളെ. അങ്ങനെയാണ് ഇവളെയൊക്കെ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറയും. എന്തായാലും അടിക്ക തുടിക്കുക എന്ന് തിരുവനന്തപുരത്ത് പറയും. ഒരു ചെറുപ്പക്കാരൻ, അഭിമാനമുള്ള ആത്മാഭിമാനമുള്ളൊരു ചെറുപ്പക്കാരനായിരിക്കും. അവനെപ്പറ്റി ഇങ്ങനെ അനാവശ്യങ്ങൾ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് റീലുണ്ടാക്കി വിടുമ്പോൾ, റീലുണ്ടാക്കി ഇവളെന്താ ചെയ്യേണ്ട? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊന്ന് പരാതി കൊടുക്കണ്ടേ? ഇതാണ് സംഭവം. എൻ്റെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നവൾ പറയണ്ടേ? ഇവളെ ഒരു പുല്ലിലും പിടിച്ചില്ല, ഇവൾ അവനെ പിടിച്ചോ എന്നാണ് എനിക്ക് സംശയം. എന്തായാലും കഷ്ടമായി ആ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ. നമസ്കാരം. സിനിമ ഭാരഫലത്തിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ലായ്മയുടെ ലോകത്ത് നിന്നാണ് ചവറ വി പി നായരും ഭാര്യ വിജയലക്ഷ്മിയും 5 മക്കളുണ്ട് അവർക്ക്, 3 പെണ്ണും 2 ആണും. 5 മക്കളെയും കൂട്ടി ഭാഗ്യം തേടി കോടമ്പക്കത്തേക്ക് വണ്ടി കയറിയത്. അവരെ ഭാഗ്യം തുണച്ചു. സിനിമയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ എളുപ്പമായി. 7 പേർക്കും ചെറിയ ചെറിയ വേഷങ്ങൾ, അവസരങ്ങൾ കിട്ടി. 5 മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും 7 പേർക്കും അവസരങ്ങൾ കിട്ടി. മക്കൾ വലുതായപ്പോൾ മൂത്ത മകൾ കലാരഞ്ജിനിക്ക് തന്നെ ആദ്യം നായിക വേഷം കിട്ടി. നസീർ സാറിൻ്റെ നായിക വരെയായി കലച്ചേച്ചി. പിന്നെ കൽപ്പന അരവിന്ദൻ്റെ പോക്കുവെയിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ നായികയായിട്ട് അവരും തുടക്കം കുറിച്ചു. തൊട്ടു പിന്നാലെ ഉർവശി മുന്താണി മുടിച്ച് എന്ന ഭാഗ്യരാജിൻ്റെ എക്കാലത്തെ ഈ സൂപ്പർ ഹിറ്റായ സിനിമയിലെ നായികയായി തെന്നിന്ത്യയിൽ തന്നെ ശ്രദ്ധേയയായി വളർന്നു. ആ ഭാഗ്യം കാണാനാവാതെ ചവറ വി പി നായർ വിട പറഞ്ഞു. ഇതൊന്നും കാണാൻ പറ്റില്ല, മക്കളുടെ വളർച്ചയൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഒരു കണക്കിന് അദ്ദേഹം കിടക്കാതിരുന്നത് നന്നായി എന്ന് ഞാൻ പറയും. ഭാരത താരങ്ങളായിരുന്ന കമൽ റോയിയും പ്രിൻസ് എന്ന നന്ദുവും പതിയെ പതിയെ ശ്രദ്ധേയരായി. തൻ്റെ സിനിമയിലെ ടീനേജ് നായകനാക്കാം, തലമുടിയും വെട്ടി മീശയും എടുത്തു വരാൻ കമൽ റോയിക്ക് ഒരു ഓഫർ വന്നു. നായിക സിൽക്ക് സ്മിത. മീശ എടുക്കാൻ വയ്യാന്ന് കമൽ റോയ് ശാഠ്യം പിടിച്ചു. അങ്ങനെ കമൽ റോയിയുടെ അനിയൻ നന്ദു ആ ടീനേജ് നായകനായി. പടം സൂപ്പർ ഹിറ്റായി. ജനപ്രീതിയിലേക്ക് വരുന്ന സിൽക്ക് സ്മിതയുടെ തുട നിൽക്കുന്ന വേഷമായിരുന്നു പാവം ഈ നന്ദുവിന് കിട്ടിയത്. ആ പടം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ലയനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ സിനിമ പുറത്തു വന്നപ്പോൾ നന്ദു എന്ന ടീനേജുകാരനെ വലിയ ഷോക്കായി. അവൻ വേണ്ടാത്ത വഴികളിലൂടെയൊക്കെ പോയി. ഒരു നാളവൻ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് പുറത്തു വന്നത്. 3 പെൺമക്കളുടെയും ദാമ്പത്യ ജീവിതം സുരഭിലമായിരുന്നില്ല, തകർന്നുപോയി എന്ന് തന്നെ പറയാം. കലാരഞ്ജിനി മകനോടൊപ്പം ജീവിതത്തിൽ അങ്ങ് ഒതുങ്ങി. ഇപ്പോൾ അമ്മയോടൊപ്പം മദ്രാസിൽ അവരും അവരുടെ മകനും അമ്മയോടൊപ്പം താമസിക്കുന്നു. ഒതുങ്ങിക്കൂടി എന്ന് തന്നെ പറയാം. കൽപ്പന അനിൽ ബാബുവിലെ അനിലിനെ കല്യാണം കഴിച്ചു.
ഒരു മോളായി. അത് കഴിഞ്ഞപ്പോൾ എന്ത് കാരണമെന്ന് എനിക്ക് അനിലും നല്ല സുഹൃത്താണ്. എൻ്റെ കൽപ്പന എൻ്റെ സിനിമയിൽ വലിയ വേഷം ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. കലച്ചേച്ചിയോട് ചോദിച്ചാലും പറയും, പക്ഷേ ഞാൻ ചോദിക്കില്ല. ആ ബന്ധം ശിഥിലമായി. അധികം ആദി പിടിക്കാതെ ഒരു നാൾ കൽപ്പനയെ ഹൃദയം പറ്റിച്ചു യാത്രയാക്കി. ദക്ഷിണേന്ത്യൻ താരമായി ഉയർന്ന ഉർവശി ഒരു താരം തന്നെ കെട്ടും, അത് ഒരു ഗായകൻ തന്നെ കെട്ടും എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ഒരു വലിയ നായകനുമായിട്ട് അവർക്ക് തുടക്കകാലത്ത് പ്രണയമുണ്ടായിരുന്നു. ഒരു ഗായകനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കെട്ടു എന്നുള്ള വാർത്ത അക്കാലത്ത് വന്നിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ ഗായകനും പറ്റിച്ചു, അല്ലെങ്കിൽ ഗായകനും കെട്ടിയില്ല, നായകനും കെട്ടിയില്ല. പക്ഷേ അവർക്ക് ഗായകനും നായകനുമായ ഒരാളെ കല്യാണം കഴിക്കാനായി പ്രേമിച്ച്, മനോജ് കെ ജയൻ. ഒരു മോളായി. ബന്ധം എവിടെയോ വെച്ച് വേർപിരിഞ്ഞു പോയി. ഉർവശിയും മനോജും വേറെ ഓരോരുത്തരെ കല്യാണം കഴിച്ചു. രണ്ടു പേർക്കും ഓരോ ആൺകുട്ടികളും പറന്നു, ഭംഗിയായിട്ട് ജീവിക്കുന്നു. കമൽ റോയി എന്ന് ഓർത്താൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ യുവജനോത്സവത്തിലെ ആമുഖം കണ്ട നാളെന്നുള്ള പാട്ട് ഓർമ്മ വരും എനിക്ക്. കുറേ സിനിമകളിൽ പ്രായപൂർത്തിയായ ശേഷവും കമൽ റോയ് അഭിനയിച്ചു. കമൽ റോയ് തന്നെ പറയുന്നത് എല്ലാം കമ്പിപ്പടങ്ങളായിരുന്നു എന്നാണ്. അയ്യോ, അയാളുടെ സംസാരിച്ചല്ലേ, അയാൾക്ക് ഒരു മടിയില്ല, എന്ത് തുറന്നു പറയാനോ അയാൾക്ക് യാതൊരു മടിയില്ല. ഇതിനിടയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന നിർമ്മലിൻ്റെ മകൾ രേഖാ നിർമ്മലിനെ ഭാര്യയായി കെട്ടി. ഒരു രാത്രി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ആരോ എന്തിനോ കമൽ റോയിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി. മൃതപ്രായനായ കമൽ റോയിയെ മദ്രാസിലെത്തിച്ച് ജീവൻ വീണ്ടെടുത്തു. ലക്ഷങ്ങൾ ചെലവിട്ട് വീണ്ടെടുത്തു സഹോദരിമാർ. ജീവച്ചവ പോലെയായ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അകാല വാർദ്ധക്യത്തിലേക്ക് കടന്നു. തലയുടെ നടുക്കാണെങ്കിൽ ഇവിടെ പുറകുവശത്ത് ഇവിടെയായിട്ട് ഒരു വലിയ പേരയ്ക്കൊക്കെ അതിനകത്ത് വെച്ചാൽ അറിയില്ല, അത്രയും വലിയ ഒരു കുഴിയുമായിട്ട് അയാൾ ജീവിച്ചു. നരച്ച കമൽ പരിചിതർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമായിരുന്നില്ല. പെട്ടെന്ന് നരച്ചു പോയാൾ. എനിക്ക് തോന്നുന്നു ഈ ആക്സിഡൻറ്റ്, ഈ അടി കിട്ടിയതിന് ശേഷമായിരിക്കാം. ഒരു പെണ്ണിനെ കൂടെ കിട്ടി, ഒരു മോനുമായി. തൃശ്ശൂരിൽ എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുകയായിരുന്നു. 54-ാമത്തെ വയസ്സിൽ അമ്മയുടെ അടുത്ത് പോയി, മദ്രാസിൽ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് കമൽ റോയിയെ മരണം ഹൃദ്രോഗത്തിൻ്റെ, കൽപ്പനയെ കൊണ്ടുപോയതുപോലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ രൂപത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഈ പത്രങ്ങളൊക്കെ, ഞാൻ ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്ന ആളാണ്. ആ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ രണ്ടാമത് കിട്ടിയ ഭാര്യയെക്കുറിച്ചോ അതിലൊരു ആൺകുട്ടി ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും ഒരു വാർത്തയിലും ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി. ഇതൊക്കെ കാണാൻ പാവം വിജയലക്ഷ്മി അമ്മ ഇപ്പോഴും വീട്ടിലിരിക്കുന്നു. കൽപ്പന പോയത് കണ്ടു, നന്ദു പോയത് കണ്ടു, ഇപ്പോൾ കമൽ റോയ് പോയതും കണ്ടു. പാവം. അടുത്ത കഥ. ഓരോ ധാന്യമണിയിലും ഇതാര് കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാവുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതാര് ഭക്ഷിക്കണം, ഈ അരി ആര് ഭക്ഷിക്കണം എന്ന് ഓരോ ധാന്യമണിയിലും എഴുതിയിരിക്കുമെന്നാണ് പറയുന്നത്. അന്ന് സിനിമ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ സിനിമയെ പറ്റിയും അതിൽ പറഞ്ഞേനെ. നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞതാണ്. പി എൻ മേനോൻ്റെ റോസി എന്ന സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്ന പാട്ടിൻ്റെ കഥ. ജോബ് മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ കെ പി ഉദയഭാനുവാണ് പാടേണ്ടിയിരുന്നത്. അസുഖമടക്കം എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നപ്പോൾ 4 പ്രാവശ്യമോ എന്തോ റെക്കോർഡിംഗ് മാറ്റിവെക്കേണ്ടി വന്നു. അവസാനം തുടക്കക്കാരനായ യേശുദാസിനെ കൊണ്ട് പാടിക്കാമെന്ന് ഉറപ്പിച്ചു. പക്ഷേ യേശുദാസ് പറഞ്ഞു, ഞാൻ പാടില്ല, ഉദയഭാനു ചേട്ടൻ പാടേണ്ട പാട്ട് ഞാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. അതിൽ ഉറച്ചു നിന്നു അദ്ദേഹം. ഒടുവിൽ സാക്ഷാൽ ഉദയഭാനു തന്നെ യേശുദാസിനെ വിളിച്ച് പറഞ്ഞ ശേഷമാണ്, ദാസപ്പ ആ പാട്ടൊന്ന് പാടിക്കൊടുക്ക്, എനിക്കെന്തായാലും വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം എന്നുള്ള പാട്ട് ദാസേട്ടൻ പാടിയത്.
അത് ദാസേട്ടൻ്റെ നല്ല പാട്ടുകളിൽ ഇപ്പോൾ ഒരു 25 യേശുദാസിൻ്റെ നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്താൽ അതിൽ അല്ലിയാമ്പൽ ഉണ്ടാവും. 10 പാട്ട് തിരഞ്ഞെടുത്താലും ഞാൻ അല്ലിയാമ്പലിൻ്റെ പേര് അതിലെഴുതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ദൈവം കുറിച്ചതാകാം ഈ പാട്ട് ദാസപ്പൻ തന്നെ പാടട്ടെ. അതുപോലെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ സുഹൃത്തായ രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമയുടെ വിജയത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. മഹാവിജയമായിരുന്നു, കോടികളുടെ വിജയമായിരുന്നു. അത് തുടരും സംവിധാനം ചെയ്ത തരുൺമൂർത്തി അടുത്ത് സംവിധാനം ചെയ്യേണ്ടത് ഫഹദ് ഫാസിൽ നായകനാകുന്ന സിനിമയായിരുന്നു. എന്തോ കാരണത്താൽ ഫഹദ് ആ സിനിമ മേയിലേക്ക് മാറ്റി. അയാൾക്ക് ഇപ്പോൾ ചെയ്യുന്ന പടങ്ങളുടെ വിചാരിച്ച പോലെ തീരാത്തുണ്ടായിരിക്കാം. മേയിലേക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി. അങ്ങനെ തരുൺമൂർത്തി ഫ്രീ ആയി. മോഹൻലാലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേര് L366 L366 എന്നാണ്. ഒരു പോലീസ് കഥയാണ്, എന്തോ ഒരു ക്രൈം കഥയാണ്. കാര്യത്തോടടുത്തപ്പോൾ എന്തുകൊണ്ടോ മോഹൻലാലിന് സംവിധായകനിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അത്രയും ഡിഫറൻ്റായിട്ടായിരിക്കും സംവിധായകൻ പെരുമാറിയത്. പ്രോജക്റ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചു. ആലോചനയായി ഇനി എന്ത് ചെയ്യാമെന്ന്. മോഹൻലാലിൻ്റെ ഡേറ്റ് വെറുതെ ആയില്ലേ. അപ്പോഴാണ് അറിയുന്നത് തരുൺമൂർത്തി ഫ്രീ ആയ വാർത്ത. ഫഹദ് ഫാസിൽ ഡേറ്റ് മാറ്റിയ കാരണം തരുൺമൂർത്തി ഫ്രീ ആണ് എന്നുള്ള വാർത്ത അറിയും. തരുണിനെ ക്ഷണിക്കുന്നു. തിരക്കഥ എഴുതിയ രതീഷ് രവി തിരക്കഥ വായിക്കുന്നു. തരുൺമൂർത്തി ഓക്കെ പറയുന്നു. നിർത്തിവെക്കാം എന്ന് തീരുമാനിച്ച സിനിമ തൊടുപുഴയിൽ ആരംഭിക്കുന്നു. മോഹൻലാൽ തന്നെ തുടക്കമിട്ടു. മോഹൻലാൽ നായകനായി. മുമ്പൊരിക്കൽ രാജീവ്നാഥ് സ്വർണ്ണചാമരം എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്താണ്. ശിവാജി ഗണേശൻ അടക്കമുള്ള സ്വർണ്ണചാമരം. വലിയ ആഘോഷത്തോടെയാണ് ശിവാജി ഗണേശനെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. രാത്രി ശിവാജി ഗണേശന് വേണ്ടി നേരത്തെ ഷൂട്ട് നിർത്തിയിട്ട് കഥകളി നടത്തുക, സംഗീത കച്ചേരി നടത്തുക, ഇങ്ങനെ ഭയങ്കര കാശ് മുടക്കിയാണ് ആ പടം തുടങ്ങി. VVK മേനോനായിരുന്നു നിർമ്മാതാവ്. അങ്ങനെ തിരുവനന്തപുരത്ത് ചിത്രീകരണം തുടങ്ങിയ ശേഷം എവിടെയോ വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ശിവാജി ഗണേശനാണോ മോഹൻലാലിനാണോ എന്ന് എനിക്കറിയില്ല, അല്ല ഇനി നിർമ്മാതാവിനാണോ എന്ന് എനിക്കറിയില്ല, ഈ സ്വർണ്ണച്ചാമരം മുമ്പോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് തോന്നി പാക്കപ്പ് പറഞ്ഞു. പകരം രാജീവ്നാഥിന് പകരം പ്രതാപോത്തം വന്നു. യാത്രാമൊഴി എന്നാവുന്നു പുതിയ സിനിമയുടെ പേര്. ചിത്രം തീർത്ത് തിയേറ്ററുകളിൽ എത്തിക്കുന്നു. വലിയ വിജയമാവുകയും ചെയ്തു. അതുപോലെ സംവിധായകൻ മാറി തരുൺമൂർത്തി എത്തിയിരിക്കുകയാണ് തൊടുപുഴയിൽ. വേറൊരു തുടരും ആകട്ടെ എന്ന് ആശംസിക്കാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നാണ് പറയാറ്. പണമെന്ന ചിന്ത വന്നിട്ട് ആദർശം പണയം വെച്ച എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനാവും. ആദർശവും പണവും തൂക്കി നോക്കിയാൽ പണത്തിൻ്റെ തട്ട് തന്നെ എപ്പോഴും താഴ്ന്നിരിക്കും. ദിലീപിനെതിരെ ദിലീപുമായി മാനസിക അടുപ്പമില്ലാത്ത കുറച്ച് കൊച്ചമ്മമാർ രൂപീകരിച്ച ഒരു സംഘടനയാണല്ലോ ഈ തലയിൽ കണ്ണട വെച്ച സംഘടന. ഒരു കുന്തവുമില്ല, രജിസ്ട്രേഷനും ഇല്ല, സെക്രട്ടറിയും ഇല്ല, പ്രസിഡൻറ്റും ഇല്ല, ട്രഷററും ഇല്ല, കമ്മിറ്റിയും ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് ഒരു എംബ്ലം മാത്രമാണ്, തലയിൽ കണ്ണട. വലിയ വാർത്താ പ്രാധാന്യം നേടി. മുഖ്യമന്ത്രി സ്വന്തം പിള്ളയായി ഈ സംഘടനയെ കൊണ്ടു നടന്നു. അവരുടെ എന്താവശ്യവും നടപ്പിലാക്കാൻ കാത്തിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി, ഇൻറ്റേണൽ കമ്മിറ്റി, ദിലീപിനെ അറസ്റ്റ് ചെയ്യൽ തുടങ്ങി ഇവറ്റകൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്തു കൊടുത്തു നമ്മുടെ മുഖ്യൻ. ഈ കൂട്ടങ്ങൾക്ക് ഒരു നിലപാട് ഇല്ല. വ്യക്തിപരമായ പകപോക്കലാണ് ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ പ്രധാന ജോലി. സമയാസമയങ്ങളിൽ ഈ കൂട്ടർ ആദർശമെടുത്ത് ഭരണത്ത് വയ്ക്കും. 58 പേരിൽ തുടങ്ങിയതാണ് ഈ സംഘടന. 48ആണോ 58ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കയ്യിലിരിപ്പുണ്ട് 5-6 പേരെ അതിലുള്ളൂ. നഞ്ചെന്തിന് നാന്നാഴി അല്ലേ? അതൊന്നും ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്ന മുഖ്യനോ, അദ്ദേഹം വലിയ ബുദ്ധിമാനാണല്ലോ. എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും ഇവർ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും. ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. ബുദ്ധിശൂന്യമായി പെരുമാറുന്ന സജി ചെറിയാനോ അറിയില്ല ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിൽ 5-6 പേരേ ഉള്ളൂ, അല്ലാതെ മലയാള സിനിമയൊന്നും അതിലില്ല. 100-600 മെമ്പർമാർ അമ്മയിലുള്ളപ്പോൾ ഇതിൽ 5-6 പേരേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്ത് വഴിയെ പോണ പത്രപ്രവർത്തകയും റിട്ടയറായ എഡിറ്ററും
വേണ്ട ഞാൻ പറയുന്നില്ല, എല്ലാം കൂടെ ഒരു 6 പേര് ചൂട്ടി കൂട്ടാമെന്നുള്ളേ ഉള്ളൂ. ഇതിൽ അവശേഷിക്കുന്ന ഈ 6-7 എണ്ണത്തിനെ എന്നോട് സത്യസന്ധമായി വിലയിരുത്താൻ പറഞ്ഞാൽ ഞാൻ അകത്താവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 6 എണ്ണത്തിനെ പറ്റിയും വേണമെങ്കിൽ എനിക്ക് പറയാനൊക്കെ അറിയാം. അത്രയ്ക്ക് സദ്ഗുണസമ്പന്നരും മാതൃക ആവേണ്ടവരുമാണ് ഈ സംഘടന കൊണ്ടു നടക്കുന്നത്. ഇവർ തരാതരം പോലെ പറയും, തരാതരം പോലെ പെരുമാറും. കസബ എന്ന പോലീസ് കഥ പറഞ്ഞ നിതിൻ രഞ്ജിപ്പണിക്കരുടെ സിനിമയിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറായ വേഷമാണല്ലോ മമ്മൂട്ടി ചെയ്തത്, CI രാജൻ സക്രിയ. രാജൻ സക്രിയ തൻ്റെ കീഴുദ്യോഗസ്ഥ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് സെൻസർ ബോർഡ് അംഗീകരിച്ചതുമാണ്, ന്യായമാണ് എന്ന് തോന്നിയുണ്ടായിരിക്കില്ല അവർ ബോർഡ് അംഗീകരിച്ചത്. അല്ലെങ്കിൽ ഒരു പെണ്ണുപിള്ളയുടെ എന്താ പറയുക, വയറിലൊന്നും കയറി ബെൽറ്റിലൊന്നും കയറി പിടിക്കരുത്, അങ്ങനെയൊന്നും കുത്തിപ്പിടിക്കരുതെന്നൊക്കെ പറയാമല്ലോ. പക്ഷേ സെൻസർ ബോർഡ് അംഗീകാരം നൽകി. ഇതിൽ പിടിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ മമ്മൂട്ടിക്കെതിരെ എന്തൊക്കെയാണ് ഈ തലയിൽ കണ്ണട വെച്ച ആൾക്കാർ കൂവിയത് എന്ന് നിങ്ങൾ മറന്നിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സെൻസർ ബോർഡ് കണ്ട് സർട്ടിഫൈ ചെയ്തൊരു സിനിമയെ പോലും ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൽ തിരക്കഥാകൃത്ത് എഴുതി വെച്ച സംവിധായകനെടുത്ത സീനിനെ പറ്റി പറയുന്നത് അതിൽ അഭിനയിച്ച അഭിനേതാവിനെ തള്ളക്കി വിളിച്ചുകൊണ്ടാണ്. ദോഷം പറയരുതല്ലോ. ഈ വ്യക്തിഹത്യക്ക് എൻ്റെ പിന്തുണയില്ല എന്ന് പരസ്യമായി പറഞ്ഞ മഞ്ജു വാര്യർ തലയിൽ കണ്ണടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം മഞ്ജുവിനെതിരെയും തിരിഞ്ഞു, മഞ്ജുവിനെയും വിളിച്ചു കുറേ. അത്തരം ടീമിലെ ഒരാളാണിപ്പോൾ ഒരു പെണ്ണിനെ എത്രമാത്രം എക്സ്പോസ് ചെയ്യാമോ അതുക്കും മേലെ ചിത്രീകരിച്ച് റീലും പരസ്യവും ട്രെയിലറും ഒക്കെ ഇട്ട് രസിക്കുന്നു. IMDb ജനപ്രിയ സർവേയിൽ ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ആഴ്ച 1ാം സ്ഥാനക്കാരിയാണ് ഈ കൂതറ സിനിമ, അല്ലെങ്കിൽ സ്ത്രീകളെ പരസ്യമായി എക്സ്പോസ് ചെയ്യുന്ന സിനിമയുടെ സംവിധായിക മലയാളിയായ ഗീതു മോഹൻദാസ് 1ാം സ്ഥാനത്തെത്തി. അശ്ലീലത കലർന്ന ആക്ഷൻ യഥേഷ്ടമുള്ള ടീസർ മുൻനിരയിലെത്തിച്ച 12 പേരിൽ 1ാം സ്ഥാനക്കാരി ഗീതു. അതും പ്രഭാസിനെ പോലെ, യാഷിനെ പോലെ, നയൻതാരയെ പോലെയുള്ളവരെ പിന്നിലാക്കിയിട്ടാണ് ഗീതു 1ാമതെത്തിയത് എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. തുണിമണിയൊന്നുമില്ല. പ്രഭാസ് 4ാം സ്ഥാനത്തും നയൻതാര 22ാം സ്ഥാനത്തുമാണ് ഉള്ളത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ സർവേയിൽ. ഇവർ 1ാം സ്ഥാനത്താണ് ഈ സംവിധായിക. ലോകത്തുള്ള 200 മില്യൺ ആളുകൾ ചേർന്നാണ് ഈ റാങ്കിങ് നടത്തുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. തലയിൽ കണ്ണട വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം, റാങ്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും ഗീതു. നമ്മുടെ ആദർശമൊക്കെ നമ്മൾ വല്ലവൻ്റെയും കാര്യങ്ങളിൽ പറയുമ്പോൾ മതി, ഞാൻ തുണിയും മണിയും ഇല്ലാതെ വയലൻസൊക്കെ കുത്തി കയറ്റി ഞാൻ സിനിമ എടുക്കും, വേണമെങ്കിൽ എന്നെ തലയിൽ കണ്ണട വെച്ച സംഘടനയിൽ നിർത്തിയാൽ മതി എന്നായിരിക്കും. ഇനിയിപ്പോൾ അവരാണോ അടുത്ത് രാജിവെച്ച് പോകണമെന്ന് അറിയില്ല. അടുത്ത കഥ, മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞ കണക്കാവുന്നു. MTയുടെ സിനിമ സ്വപ്ന പദ്ധതിയായിരുന്ന ഭീമൻ്റെ അവസ്ഥ. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ട സാക്ഷാത്കരിക്കാതെ പോകേണ്ടി വന്ന മനുഷ്യനാണല്ലോ. കലാകൗമുദിയിൽ 2ാം മുഴം എഴുതി വന്ന കാലത്ത് തന്നെ വലിയ വിജയമായിരുന്നു ആ നോവൽ എന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരുപാട് സംവാദങ്ങൾക്ക് 2ാം മുഴം തുടക്കം കുറിച്ചു. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമനിലേക്ക് ഞാൻ എന്തുകൊണ്ട് കടന്നു ചെന്നു എന്ന് MT നിരവധി തവണ വിശദമാക്കി. 2ാം ഊഴം സിനിമയാകുന്നുണ്ടെങ്കിൽ വലിയ ക്യാൻവാസിൽ പറയേണ്ട കഥയായതിനാൽ 2 ഭാഗങ്ങളായെങ്കിലും സിനിമ എടുക്കണമെന്ന് ആദ്യമേ തന്നെ MT പറഞ്ഞിരുന്നു. എൻ്റെ ഭീമൻ മോഹൻലാൽ ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മലയാളത്തിൽ 2ാം ഊഴമെന്നോ ഭീമനെന്നോ ടൈറ്റിലിടാം. മറ്റു ഇന്ത്യൻ ഭാഷകളിലേക്ക് മൊഴി മാറ്റുമ്പോൾ അത് മഹാഭാരതം എന്നിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ചില കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ ക്ഷുദ്രജീവികൾ, മഹാഭാരതം എന്ന് പേരിടാൻ പറ്റില്ല എന്നൊക്കെ വാചകം പഠിച്ചു. അവരെയൊക്കെ അച്ഛൻ്റെ വക പോലെയാണ് പറഞ്ഞത്. മഹാഭാരതം ആ ടൈറ്റിൽ ഇടാക്കില്ല. കാരണം MTയോടുള്ള ചുരുക്കമാണ്. കാരണം MT ജാതിക്കും മതത്തിനും എതിരെ സംസാരിക്കുന്നതുകൊണ്ട് അയാളങ്ങനെ മഹാഭാരതം ഇട്ടുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി. പക്ഷേ MT പ്രതികരിച്ചില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും തിരക്കഥ റെഡിയാക്കി. ഇംഗ്ലീഷ് പരിഭാഷ മദ്രാസിലുള്ള ഒരു വനിതയെ കൊണ്ടാണ് മൊഴി മാറ്റിച്ചത്. തിരക്കഥയ്ക്ക് 10 കോടി രൂപ ഉറപ്പിച്ചു.
പല സംവിധായകരുടെ പേരുകൾ പറഞ്ഞു. അങ്ങനെ കേട്ടെങ്കിലും പരസ്യരംഗത്ത് നിൽക്കുന്ന ശ്രീകുമാർ മേനോൻ ചെയ്യും എന്ന് ഉറപ്പിച്ചു. അയാളൊരു പണച്ചാക്കുമായിട്ട് വന്ന് എം ടിയെ വീഴ്ത്തി എന്ന് പറയാം. ഗൾഫിലെ വ്യവസായിയായ BR ഷെട്ടി നിർമ്മിക്കുമെന്ന് പലരും പറഞ്ഞു. മോഹൻലാലിനൊപ്പം അമിതാഭ് ബച്ചൻ വരെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളായി ഉണ്ടാകുമെന്ന വാർത്തയും വന്നു. എങ്ങനെ ഈ ശ്രീകുമാർ മേനോൻ എം ടിയെ വീഴ്ത്തിയെന്നാണ് മനസ്സിലാകാത്തത്. ബിസിനസ് രംഗത്ത് BR ഷെട്ടി വീണു, ദയനീയമായി വീണു, പാപ്പരായതുപോലെ വീണു. ശ്രീകുമാർ മേനോൻ പല കേസുകളിൽ പ്രതിപ്പട്ടികയിലായി. സിനിമയുടെ തുടക്കവും നീണ്ടു പോയി. അപ്പോൾ എഗ്രിമെൻ്റ് വച്ചിരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ 2-ാം ഊഴം സിനിമയായി പൂർത്തീകരിച്ചിരിക്കും എന്നാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. അഡ്വാൻസ് മടക്കി ഞാൻ തരാം, അത് വാങ്ങിയിട്ട് തിരക്കഥ തിരിച്ചു തരണമെന്ന് പലവട്ടം MT ആവശ്യപ്പെട്ടു. അപ്പോൾ MT അങ്ങനെ ആവശ്യപ്പെട്ടപ്പം പകരം നമ്മളെ ഈ ശ്രീകുമാർ മേനോൻ ചെയ്ത പണി MTക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കേസാക്കി. അപ്പോൾ ശ്രീകുമാറിന് അതിനൊക്കെയാണ് താല്പര്യമുള്ള ആൾ. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ട് തിരക്കഥ മടക്കി വാങ്ങിച്ചു കൊടുത്തു. തൻ്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നത് കാണാതെ MT മടങ്ങി. ഇപ്പോൾ വരുന്ന വാർത്ത MTയുടെ മകൾ അശ്വതിയുമായി ചേർന്ന് കാന്താരയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുമെന്നും ഷെട്ടി തന്നെ ഭീമനാകുമെന്നുമാണ് വാർത്ത. മോഹൻലാലിൻ്റെ ആരാധകർ AI സാങ്കേതിക വിദ്യയിലൂടെ ഭീമനായി ലാലിനെ സൃഷ്ടിച്ച് മോഹൻലാലിനെ ഭീമനായി കണ്ടാണ് തങ്ങൾ 2-ാം ഊഴം വായിച്ചത് തന്നെ എന്നൊക്കെ സൈബർ ഇടങ്ങളിൽ രോഷാകുലരാകുന്നു. എൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കുകയാണെങ്കിൽ അതിലെ പപ്പു എന്ന് പറഞ്ഞ നായകനായി ഞാൻ ചെയ്താലേ ശരിയാകൂ എന്ന് തിരക്കഥ എഴുതാൻ വന്ന P. കേശവദേവ് വാശി പിടിച്ചതുപോലെ കേശവദേവ് പറഞ്ഞു, പരിക്കുട്ടി, എൻ്റെ പപ്പു ആവാൻ മലയാള സിനിമയിൽ ഒരുത്തനുമില്ല, ഞാൻ ചെയ്യും ആ വേഷം. അപ്പോൾ പരിക്കുട്ടി എന്ന ബുദ്ധിമാൻ മനസ്സിലായി, അല്ലെങ്കിൽ വ്യവസായിക്ക് മനസ്സിലായി ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ. അങ്ങനെ ആ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നീലക്കുയിലെടുത്തത്. അപ്പോൾ അങ്ങനെ കേശവദേവ് വാശി പിടിച്ച പോലെ MT ഇല്ലല്ലോ മോഹൻലാലിനായി ഇടപെടാൻ, ഞാൻ വാശി പിടിക്കും, ഇത് മോഹൻലാൽ ഭീമൻ ചെയ്താലേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറയാൻ അദ്ദേഹം ഇല്ലല്ലോ, MT സാറില്ലല്ലോ. പകരമുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയല്ലേ, അവൾ കാശ് കിട്ടിട്ടെന്നല്ലേ നോക്കൂ. കോടികൾ കിട്ടുന്ന ഇടപാടായതിനാൽ ഷെട്ടിയെങ്കിൽ ഷെട്ടി എന്നാകും MTയുടെ മകൾ അശ്വതിയുടെ ചിന്ത. അതേ ഇനി വിജയിക്കൂ. നിയമം അവർക്കാണ് പിന്തുണ, കാരണം അച്ഛൻ്റെ എല്ലാ റൈറ്റും അവർക്കല്ലേ. അപ്പോൾ ആ പിന്തുണ കൊണ്ട് അവർ പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തും. 2-ാം ഊഴം പറഞ്ഞപ്പോഴാണ് MTയുടെ വേറൊരു കഥ പറയാൻ തോന്നുന്നത്. MTയുടെ കൂടെ നിന്നവരിൽ തന്നെ MTയെ എങ്ങനെ നാറ്റാമെന്ന് റിസർച്ച് ചെയ്ത നിരവധി പേരുണ്ടായിരുന്നു. MTയുടെ കൂടെ നടപ്പു, പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ പാര വയ്ക്കാം. MTയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ നിറയെ പേരുണ്ടായിരുന്നു. മുട്ടുന്നത് MTയോടായതിനാൽ കച്ചവടം പൂട്ടിപ്പോകുമെന്ന പേടിയിൽ മിണ്ടാതിരുന്നവർ, അങ്ങനെയുള്ള നിരവധി പേരുണ്ട്. മിണ്ടണ്ട, അയ്യോ MT ആണ് തുറച്ചായി എന്ന് തോന്നിക്കാണും. കോഴിക്കോട്ടുകാരനായി ജീവിച്ച MTക്ക് അവിടുന്ന് തന്നെയാണ് ഏറെ ശത്രുക്കളും ജന്മമെടുത്തത്. പക്ഷേ പ്രത്യക്ഷമായോ പരോക്ഷമായോ MTയോട് മുട്ടാൻ MT ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്ക് പോലും നട്ടലില്ലായിരുന്നു. നട്ടലൊക്കെ അപ്പം കോട്ടയത്ത് നിന്ന് വാങ്ങിച്ച റബ്ബറിലുള്ള നട്ടല വെച്ചിരുന്നത്. തന്നേക്കാൾ പ്രായം കൂടിയ പ്രമീള നായരെ MT വിവാഹം കഴിച്ചത് രഹസ്യമായിട്ടൊന്നുമല്ല. വീട്ടിൽ നിന്നും പുറത്തായപ്പോൾ ഒരിടം തിരക്കിയപ്പോൾ വാസു പറഞ്ഞു കൂടെ പോരാൻ. കൂടെ പോയി. അപ്പോൾ പോയി എന്ന് മാത്രമല്ല, അവർ ഒരുപാട് കാലം കൂടെ താമസിക്കുകയും ഒരു മകളാകുകയും ചെയ്തു. ഇത് പ്രമീള നായർ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു അത്താണി തന്നത് വാസുവാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് MTയോടൊപ്പം ചേരുന്നതും. അല്ലാതെ MT ഒഫീഷ്യലായിട്ട് പോയി വലിയ ആർഭാടത്തോടെ കല്യാണം നടത്തിയിട്ടില്ല. ഒരു കുഞ്ഞായി സിത്താര. ഡോമിനേറ്റ് ചെയ്യുന്ന ഭാര്യമാരുമായി സഹകരിക്കണമെങ്കിൽ ഭർത്താവ് ഒരു ഉദ്യോഗസ്ഥനാവണം, ഭർത്താവ് ഉദ്യോഗസ്ഥനായിരിക്കണം. ഇരട എന്ന് പറയുമ്പോൾ കിടക്കാനുള്ള മനസ്സുണ്ടാവണം. പ്രമീള നായർ ഡോമിനേറ്റ് ചെയ്യുന്ന പ്രകൃതക്കാരിയായിരുന്നുവെന്ന് പരിചിതരെല്ലാവരും പറയുന്നുണ്ട്.
കൊച്ചു പ്രായത്തിലെ എഴുത്തുകാരനായ MT ഭർത്താവ് ഉദ്യോഗസ്ഥനായി മാറില്ല എന്ന് ഉറപ്പ്. നല്ല ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ള പ്രമീള നായർ MTയുടെ മലയാളം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതും അതിലൂടെ അദ്ദേഹം ഇന്ത്യൻ സാഹിത്യത്തിൽ ഒരു ഫിഗറായി തീർന്നതും യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം എടോ ഭർത്താവേ, താൻ അറിയപ്പെടുന്നവനായത് തൻ്റെ മലയാളം പുസ്തകങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ ആക്കിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ MT വകവയ്ക്കാനിടയില്ല. പകരം അദ്ദേഹം മദ്യത്തിൽ അഭയം കണ്ടിരിക്കാം. അദ്ദേഹം വഴക്കിനും ബഹളത്തിനും നിന്ന് കാണില്ല, ഒരു മാന്യനല്ലേ, പുറത്തറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ, ലിമിറ്റേഷനുകൾ മദ്യത്തിൽ മുക്കിയിരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സുഹൃതം സിനിമയിൽ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രവിശങ്കർ എന്ന പത്രാധിപർ, മമ്മൂട്ടി ചെയ്ത വേഷം, തൻ്റെ ലാവണത്തിലേക്ക് പത്രാഫീസിലേക്ക് മടങ്ങി വന്ന് ജോലി തുടങ്ങാനായി മേശയുടെ ഡ്രോ തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തടഞ്ഞ കടലാസ് ഒരു ചുരുൾ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം മരിച്ചതിൻ്റെ ചുരുളായിരുന്നു. പിറ്റേന്ന് ഇറങ്ങുന്ന താൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ പത്രത്തിൽ വരാനുള്ള ഹെഡിങ്ങും വാർത്തകളുമാണത്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ് ചുരുട്ടി വച്ചിരിക്കുന്നത്. പത്രത്തിൽ വരാനുള്ള ഹെഡിങ്ങുകളും വാർത്തയുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ സംഭവിക്കുമോ എന്ന് എൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം ഒരു ലുബ്ധിച്ച ഒരു ചിരി ചിരിച്ചു. എൻ്റെ മരണം ഞാൻ കണ്ടതിൽ നിന്നും ഉണ്ടാക്കിയ സീനാണിത് എന്നായിരുന്നു ആ പാവം മനുഷ്യൻ്റെ മറുപടി. തൻ്റെ സ്വകാര്യത, തൻ്റെ ആത്മാഭിമാനം, തൻ്റെ അന്തസ്സ്, തൻ്റെ പ്രശസ്തി എല്ലാം ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ തൻ്റെ പ്രതികരണം മദ്യത്തിലൂടെയാക്കിയ മനുഷ്യനായിരുന്നു MT. ചത്തുപോകാനുള്ളതായിരുന്നു പാവം. അതിലെ MT അന്തരിച്ചു എന്നൊക്കെ മാതൃഭൂമിയിൽ അഡ്വാൻസായിട്ട് ചെയ്തു വച്ചിരുന്നത്. ചന്തുവിനെ പറഞ്ഞതുപോലെ, പാടി പ്രചരിപ്പിച്ചതുപോലെ MTയെയും ചതിയനാക്കാൻ കുറേ പേർ, അതും മേൽവിലാസമുള്ളവർ, കുറേ കാലമായി പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴിതാ MTയെ ഒന്ന് തോണ്ടാനായി ആദ്യ ഭാര്യയുടെ കഥയുമായി 2 പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങുകയാണ്. MTയുടെ 2ാം ഭാര്യയും മകളും പെണ്ണുങ്ങളാണ് എന്ന ചിന്ത പോലും ഈ പുസ്തകം എഴുതാൻ ഇറങ്ങിയ 2 പെണ്ണുങ്ങൾക്കും ബോധമില്ല. പ്രമീള നായരിൽ MTക്കുണ്ടായ മകളാണ് സിത്താര. സിത്താരയെ ഈ അപരാധമിടുന്ന സ്ത്രീകൾക്ക് പരിചയം കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. അമേരിക്കൻ യാത്രകളിൽ മകളോടൊപ്പം കഴിഞ്ഞ അനുഭവങ്ങൾ പലപ്പോഴായി MT എഴുതിയിട്ടുണ്ട്. അമേരിക്ക പോകുമ്പോഴൊക്കെ സിത്താരയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ്റെ വകകളിൽ എൻ്റെ മോൾക്ക് എന്തൊക്കെ വേണമെന്ന് മോള് പറ എന്ന് അച്ഛൻ്റെ ചോദ്യത്തിന് എനിക്കൊന്നും വേണ്ട അച്ഛാ, അനുജത്തി അശ്വതിക്ക് കൊടുത്തോളൂ, എനിക്കിവിടെ വലിയ ശമ്പളമുണ്ട്, ഭർത്താവിനും നല്ല ശമ്പളമുണ്ട്, അത് തന്നെ ധാരാളം എന്നായിരുന്നു സിത്താരയുടെ ഉത്തരം. അപ്പോൾ ഈ വിഴുപ്പലക്കാർക്ക് സിത്താരയിൽ നിന്നും ഒന്നും കിട്ടാൻ വഴിയില്ല ഈ പുസ്തകം എഴുതാൻ. പ്രമീള നായർ ജീവിച്ചിരുന്നെങ്കിൽ അവരും ഇങ്ങനെയൊക്കെ തന്നെ മറുപടി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവരുടെ അഭിമുഖങ്ങളിലൊക്കെ എന്ത് മാന്യമായിട്ടെന്നറിയാം അവർ സംസാരിച്ചിരിക്കുന്നത്. കുറ്റകരമായ മൗനത്തിലൂടെ MT ആദ്യ ഭാര്യയെ എടുത്തിട്ട് പൊതുജന മധ്യത്തിൽ അലക്കാത്ത കുറ്റമൊക്കെ പറയുന്ന പുസ്തകമാണത്രേ ഈ പുസ്തകം, ഈ 2 പെണ്ണും പിള്ളേർ എഴുതുന്ന പുസ്തകം. ഇങ്ങനെ കുത്തിത്തിരിപ്പുകളാണെന്നേ കോഴിക്കോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അവർ പറയുന്നത് MTക്കെതിരെയുള്ളൊരു പുസ്തകം, അല്ലെങ്കിൽ പ്രമീള നായരുടെ ജീവിതകഥ ഞങ്ങൾ എഴുതുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ ഇവിടുത്തെ വലിയ നിർമ്മാണ കമ്പനി, പുസ്തക കമ്പനികളൊന്നും സമ്മതിക്കുന്നില്ല, മാതൃഭൂമിയോ കറണ്ടോ DCയോ ഒന്നും എടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വാർത്ത വച്ചപ്പോൾ MTയുടെ മകൾ അശ്വതി, എനിക്കാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല, അവർ പറയുന്നു ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരുപാട് ഇല്ലാത്ത കള്ളങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് ആ പുസ്തകത്തിൽ, ആ പുസ്തകം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് പത്രങ്ങൾക്ക്, ചാനലുകൾക്ക് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെഴുതിയ ഈ 2 പെണ്ണും പിള്ളമാർക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് ഇറങ്ങിയിരിക്കുക. പ്രമീള നായരെ വച്ച് MTക്ക് 4 കൊടുക്കുക എന്നുള്ളതായിരിക്കില്ല, കലാമണ്ഡലം സരസ്വതിക്കും അശ്വതിക്കും 4 കുത്തു കൊടുക്കണമെന്നായിരിക്കും ഈ പുസ്തകം എഴുതിയ 2 മഹിതകൾക്കും താല്പര്യം. അതിന് സപ്പോർട്ട് ചെയ്യാൻ കെട്ടിയവന്മാരും ഉണ്ട്. പോരെ? സമ്മതിക്കണം കേട്ടോ ഈ ഇവറ്റകളെയൊക്കെ. ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു ഗുരുനാഥനോട് ഒരുപാട് തർക്കങ്ങളും വഴക്കിടലുകളും പിന്നെ പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും
അദ്ദേഹത്തോട് പുച്ഛം തോന്നിയ ഒരു സന്ദർഭമേ എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോയ ശേഷം അദ്ദേഹം ഒരു പെണ്ണിനെ അസിസ്റ്റൻ്റ് ഡയറക്ടർ, ഒരു പെണ്ണ്. അവൾ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നെനിക്കറിയില്ല. പഠിക്കാൻ പറ്റിയ ആളുമാണ് ഗുരുനാഥൻ. നനഞ്ഞില്ലേ ഇനി കുളിച്ച് കയറാം എന്ന് തോന്നിയിരിക്കാം. അവൾ അങ്ങോട്ട് ഇറങ്ങി സംവിധാനിക്കാനും ഗുരുവിനെ പോലെ നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അതിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഗുരുവും ശിഷ്യയുമായുള്ള ഏക വ്യത്യാസം, ഗുരുവിനെന്നും നല്ല സിനിമയുടെ പക്ഷത്ത് തൻ്റെ പേരുണ്ടാകണം എന്ന വാശിയുണ്ടായിരുന്നു. എന്നാൽ 100 ദിവസം ഓടുന്ന സിനിമകൾ എടുക്കുന്ന ഹിറ്റ് മേക്കർ ആകണം, അങ്ങനെ കോടീശ്വരനാകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആർട്ട് സിനിമാക്കാരനും ആയില്ല, ഹിറ്റ് മേക്കറും ആയില്ല, കമേഴ്ഷ്യൽ സിനിമയുടെ ആളും ആയില്ല. എന്നാൽ ശിഷ്യയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സ്വന്തം ഉടുതുണി ഉരിഞ്ഞാലും അല്ല ഇനിയിപ്പോൾ അന്യൻ്റെ തുണി അഴിച്ചാലും എനിക്ക് ലക്ഷങ്ങൾ കിട്ടണം. അവളങ്ങ് ഇറങ്ങി കമ്പിപ്പടം എടുക്കാൻ. ഇപ്പോൾ കമ്പിപ്പടം എടുത്താൽ സംപ്രേഷണം ചെയ്യാൻ സെൻസർ ബോർഡും വേണ്ട, ഒരു തേങ്ങയും വേണ്ടല്ലോ, എടുത്തങ്ങ് പോസ്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെ കമ്പിപ്പടം എടുക്കാൻ ഇറങ്ങി. 1 ലക്ഷം കൊടുത്താൽ നാണവും മാനവും ഒന്നും നോക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ പിറന്നപടി കിടന്ന് ലൈംഗിക ആഭാസം നടത്താൻ ഇവിടെ ആളെ കിട്ടുമെന്ന് ആണും പെണ്ണും തെളിയിച്ചത് ഈ സംവിധായിക പ്രതിഭയുടെ വരവോടെയാണ് പരസ്യമായത്. രഹസ്യമായിട്ടൊക്കെ എടുത്തിരുന്നു. പരസ്യമായത് ഈ വെബ് സീരിയൽ എന്ന് പറഞ്ഞ കുന്തം എടുക്കാനായിട്ട് ഈ പറഞ്ഞ എൻ്റെ ഗുരുനാഥൻ്റെ ശിക്ഷ ഇറങ്ങിയപ്പോഴാണ്. 1 ലക്ഷം രൂപ കൊടുത്താൽ മതി, എന്ത് തെമ്മാടുത്തരും കാണിക്കും ക്യാമറയുടെ മുന്നിൽ. പിറന്ന പടി കിടക്കും, ആണും അതെ പെണ്ണും അതെ. നല്ല ചൂറിലെടുത്തുകൊണ്ട് ഒന്നുണ്ടല്ലോ, ആ ചന്തിയിൽ 2 എണ്ണത്തിന് 25 അടി വീതം കൊടുക്കണം, ഗൾഫിൽ ചെയ്യും പോലെ. തുട പൊട്ടണം, തൂറാൻ 5-6 പ്രാവശ്യം 5-6 ദിവസം ഇരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വിടണം, മേലെ അവിടെ വരരുതെന്ന്. അപ്പം നിങ്ങൾക്ക് സംവിധായികയ്ക്ക് കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ അകത്തായി പോകുന്നുണ്ട്, ഞാൻ പറയില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞ കിടക്ക് ഈ പെണ്ണുമ്പിള്ള ഇപ്പോൾ പോലീസിൻ്റെ ചട്ടിയിലായിരിക്കും. ഇവളുമാരുടെയൊന്നും പോലീസ് ഒരു ചുക്ക് ചെയ്യില്ല എന്നത് വേറെ കാര്യം. ഇവളുമാരെയൊന്നും ആവശ്യമില്ല. ഇപ്പം ഇവിടെ ശബ്ദം വിറ്റ് ജീവിക്കുന്ന സ്ത്രീ വിളിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഇണ്ടാസ് എഴുതി കൊടുത്താൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ ദിനേശ് ആയിരിക്കും എന്ന് എഴുതി കൊടുത്താൽ അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറക്കും മെസ്സേജ്, അവനെ പൊക്കുന്നു. ഇതുപോലെ നാണവും മാനവും ഇല്ലാതെ ഉടുതുണി ഇല്ലാതെ പിറന്നപടി കിടന്ന് കാമക്കൂത്ത് നടത്തി അതിനെ ചിത്രീകരിച്ച് വെബ്സൈറ്റിൽ ഇടുന്ന ഈ ഇവളുമാരെയൊക്കെ പോലീസുകാർക്കും ഭയങ്കര ബഹുമാനവും സ്നേഹവും പേടിയും ഒക്കെയാണ്. അതാണ് രസം. സംവിധാനം പഠിപ്പിച്ച ഗുരുനാഥൻ അങ്ങ് പോയപ്പോൾ, ഒരു നാൾ അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഈ സാധനം വന്ന് യാത്രാമൊഴി നൽകിയത് കാണേണ്ട കാഴ്ചയായിരുന്നു. എനിക്ക് നല്ലൊരു തൊഴിൽ പഠിപ്പിച്ചു തന്ന അങ്ങ് പോകുകയാണോ എന്ന ഭാവപ്രകടനം കാണേണ്ടത് തന്നെയായിരുന്നു. അവിടെ നിന്നിറങ്ങി ആ ഭാവത്തിൻ്റെ ടോണങ്ങ് മാറ്റി രാഷ്ട്രീയ നിയമപാലകരോട് കളിച്ച് ചിരിച്ച് നിന്നത് കണ്ടപ്പോൾ എവളൊരു നല്ല നടിയാണെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും കൂടെ കണ്ടു കാണും അച്ഛനെ ആദരിക്കാനായിട്ട് ശിഷ്യ വന്നിരിക്കുന്നത്. അച്ഛൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഞാനെന്ന ശിഷ്യൻ അച്ഛനെ കാണാൻ വരരുതേ എന്ന് ആശിച്ച മക്കൾക്ക് ശിഷ്യ ഗുരുവിന് റീത്ത് വെച്ചപ്പോൾ കോൾമേർ കൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പറയാൻ വന്നത് മറ്റൊന്നാണ്. പലതവണ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത യൂട്യൂബ് സൈറ്റിൻ്റെ മുതലാളിയായ ഈ കൊച്ചിപ്പോൾ അഴിക്കുള്ളിലായി. ഒരു ചെറുക്കനെ തൻ്റെ അടുത്ത സിനിമയിൽ നായകനാക്കാം, ട്രയൽ റണ്ണായി തുണിമണിയും ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കണം എന്ന് പറയുന്നു. നിന്നെ ഞാൻ നായകനാക്കാം, പക്ഷേ ആദ്യം നിൻ്റെ ഒന്ന് ട്രയൽ എടുക്കട്ടെ, നീ എവിടം വരെ പോകുമെന്ന്. 26 വയസ്സുള്ള ഒരുത്തൻ അറിയാതെ കയറി അഭിനയിച്ചു എന്ന് പറയുന്നതിലും വിശ്വാസ്യത കുറവുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 26 വയസ്സായ ഈ കഴുതയ്ക്ക് ബുദ്ധിയില്ലേ? പിറന്നപടി കിടടാ, നീ 1 വയസ്സുള്ളത് പോലെ തുണിമണിയൊക്കെ കളഞ്ഞ് കയറി കിടറാന്ന് പറയുമ്പോഴെങ്കിലും ആലോചിക്കണ്ടേ ഇത് നായകനാക്കാനല്ല എന്ന്. തിരുവനന്തപുരത്തെ അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ വച്ചാണ് ടെസ്റ്റ് ഡോസ് എടുത്തത്. അത് തുണി കൊടുക്കാതെ. കൊള്ളാം. ചുള്ളം പയ്യൻ യുവാവിനെ കൊണ്ട് എന്തോ കരാറിലൊക്കെ ഒപ്പിടിച്ചു. എന്നിട്ട് കയറി അഭിനയിക്കടാ എന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത് സാറേ എന്നാണ് അവൻ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്. ചെറുക്കം കൊടുത്ത പരാതിയിൽ അരുവിക്കര പോലീസ് ഭാവനാസമ്പന്നയായ സംവിധായികയെ പിടിച്ച് നെടുമങ്ങാട് കോടതിയിലെത്തിച്ചു. സംവിധായിക പ്രതിഭയെ കണ്ടപ്പോൾ തൽക്കാലം സംവിധാനം നിർത്തിക്കാമെന്ന് തോന്നിയെങ്കിലും മേൽക്കോടതി ഉപാധികളോടെ ജാമ്യം നൽകി കഴിഞ്ഞു. അകത്തിട്ടില്ല പിടിച്ച്. അതിനുമുമ്പ് തന്നെ അവൾ ലക്ഷങ്ങൾ കയ്യിരിക്കില്ലെന്ന്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയ്യിലുണ്ട്, പണച്ചാക്കുകൾ കയ്യിലുണ്ട്, വക്കീലന്മാർ കയ്യിലുണ്ട്,
കാരണം ഇവളെന്തിനും തയ്യാറായി നടക്കുകയില്ലേ. അപ്പോൾ അവരാരോ അപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു. അങ്ങനെ അവൾക്ക് ജാമ്യം കിട്ടി. സംവിധാനം ചെയ്യുന്നതിനിടയിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 9-നും ഉച്ചയ്ക്ക് 2-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലെത്തണം. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന തെളിവുകളെല്ലാം കൊടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ വഴിതെറ്റിക്കാനാവും ഇത്. ഇവളെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ വഴിതെറ്റും. കാരണം എല്ലാ തെളിവും കൊടുക്കാനാണ് പറഞ്ഞത്. ഇവൾ എന്തൊരു തെളിവ് കൊടുക്കാൻ? തുണിയും മണിയില്ലാത്ത ആണും പെണ്ണിൻ്റെയും കുറേ ഈ ശീമപ്പന്നിയെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലത്തെ കുറേ വിഷ്വലല്ലേ കാണും, അല്ലാതെ വലിയ കൈ കാണും. ഇവളുടെ കയ്യിലുള്ളതെല്ലാം ഇത്തരം സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന്, ഈ കമ്പി പടങ്ങളെല്ലാം കൊണ്ടുവന്ന് തെളിവായിട്ട് പോലീസുകാരൻ്റെ കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കണ്ട് ചുമ്മാതിരിക്കുന്ന പോലീസുകാർ വഴിതെറ്റാം എന്നാണ് എൻ്റെ സന്ദേഹം. 1.5 മാസം ഇങ്ങനെ ചെല്ലാനാണ് ഉത്തരവ്. 6 ആഴ്ച വ്യാഴാഴ്ചയും ബുധനാഴ്ചയും തെളിവുകളെല്ലാം കൊണ്ട് അങ്ങ് ചെല്ലാനാണ്. തെളിവെന്തിനെ അവൾ തന്നെ നേരിട്ടങ്ങ് ചെല്ലുമെന്ന് അവർ വിളിച്ചാൽ മതി, പോകാന്നിട്ടാൽ പോവും. എടുത്ത രീതിയൊക്കെ ചോദിച്ചറിഞ്ഞ് പോലീസുകാരന്മാർ വഴി തെറ്റാതിരുന്നാൽ നല്ലത്. നമ്മുടെ ഇവിടെയും പോലീസ് സംവിധാനമൊക്കെ ഉള്ളതല്ലേ. ഇതുപോലെ തുണിയും മണിയും ഇല്ലാതെ ബ്ലൂ ഫിലിം ചിത്രീകരിച്ചാൽ, ഒരു പേടിയും ഇല്ലാതെ ഒരു പെണ്ണും പിള്ള ചിത്രീകരിച്ചാൽ ഒരു അറസ്റ്റും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ടി വിയിലോ ചർച്ചയിലോ കോപ്പിലോ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരു വരി കുറിച്ചാൽ അവനെ അന്ന് പോക്കും. അതാണ് കേരളത്തിലെ പോലീസ്. ഇതാണ്ടാ പോലീസ്. എന്തായാലും എൻ്റെ ഗുരു ഭാഗ്യം ചെയ്തവനാണ്. നല്ലൊരു ശിക്ഷയെ കിട്ടിയല്ലോ. ഗുരു പഠിപ്പിച്ചു കൊടുത്തതെല്ലാം പഠിച്ചു. എല്ലാം എന്താ പറയുക, ക്യാമറയിലൂടെ പൂർത്തീകരിക്കും. അതിന് കിടന്നു കൊടുക്കാൻ മലയാളികളായ കുറേ ആണും പെണ്ണും ഇറങ്ങിയിരുന്നു. 25-30 വയസ്സൊക്കെ ഉള്ളതാണ് ഇറങ്ങി. അവൾ സംവിധാനം ചെയ്യാൻ കാണണം. ഓ, അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനൊക്കെ വെറുതെ തല പോച്ച് താടി നരപ്പിച്ച് വെറുതെ നടക്കുന്നതാണെന്നേ. അത്രയും സ്ട്രെയിൻ എടുക്കണ്ട, ഈസിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നേ. എവൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് എങ്ങനെ കാണിക്കണമെന്ന് ആണിനും പെണ്ണിനും. സമ്മതിക്കണം കേട്ടോ ഈ കാളെ. കൂടുതൽ പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.